ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാരിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ അമിതാവ് ഘോഷാണ്. ഈ അമിതാവ് ഘോഷിൻ്റെ നോവലുകൾ നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. അദ്ദേഹം ഈ ക്ലൈമറ്റ് ചേഞ്ചസ് എന്നുള്ള സംഗതി, കാലാവസ്ഥാ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഊന്നി നിന്ന് അതിൻ്റെ എക്കോളജിക്കൽ ഡിസാസ്റ്റർ അങ്ങനത്തെ വിഷയങ്ങളിൽ ഊന്നി നിന്ന് നോവലുകൾ എഴുതുന്ന ഒരാളാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ നോവലുകളെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ എസ്സേയ്സിൻ്റെ ലേഖനങ്ങളുടെ ഒരു കളക്ഷൻ. കഴിഞ്ഞ ഒരു 10-30 വർഷത്തിനിടയിൽ പലപ്പോഴായിട്ട് ഘോഷ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ, പല വിഷയങ്ങളിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കളക്ഷൻ ഈ വർഷം പുറത്തിറങ്ങുകയുണ്ടായി. വൈൽഡ് ഫിക്ഷൻസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൽ എനിക്ക് തോന്നുന്നത് എല്ലാ വായനക്കാരായിട്ടുള്ള എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരാൾ, വായനയിൽ നല്ല താല്പര്യമുള്ള എല്ലാവർക്കും വളരെ ആവേശം നൽകുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അതായത് എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു പുസ്തകം എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്, ഈ വൈൽഡ് ഫിക്ഷൻസ് എന്നുള്ള ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നത്. ആ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചാൽ, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചസ്, എക്കോളജിക്കൽ ഡിസാസ്റ്റർ, കൊളോണിയലിസം, പിന്നെ നിയോ ഇമ്പീരിയലിസം, അങ്ങനെയുള്ള വലിയ അങ്ങനെ അതിൻ്റെ പരിധി വരുന്ന വിഷയങ്ങൾ മുതൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് പല പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില കത്തിടപാടുകൾ, ചില പുസ്തകങ്ങൾക്ക് അദ്ദേഹം എഴുതിയ റിവ്യൂസ്, ഇൻ്റലക്ച്വൽസൊക്കെ ആയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളുടെ ചില വിവരണങ്ങൾ, പിന്നീട് ഇതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് പുസ്തകത്തിൽ എന്നെ സ്പർശിച്ച ഒരു കാര്യം എന്നുള്ളത് അമിതാവ് ഘോഷ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള അഗാധമായിട്ടുള്ള ഒരു പാണ്ഡിത്യമാണ്. ഈ പാണ്ഡിത്യം അദ്ദേഹം വലിയൊരളവോളം ഈ ഫീൽഡ് സ്റ്റഡിയിൽ നിന്ന് സ്വരൂപിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. അപ്പോൾ ആൻഡമാനിൽ അദ്ദേഹം ധാരാളം യാത്രകൾ നടത്തുകയും ആൻഡമാനിലെ ഇഷ്യൂസിനെ കുറിച്ച് വളരെ ക്ലോസായി പഠിക്കുകയും അവിടെയുള്ള ലോക്കൽസുമായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രദേശത്ത് പോയി അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ സുനാമി ഉണ്ടായപ്പോൾ 2004 സുനാമി ഉണ്ടായപ്പോൾ വലിയ തോതിൽ സുനാമിയുടെ ഒരു ദുരന്തം ബാധിച്ച ഒരു പ്രദേശമാണ് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. എക്കോളജിക്കലി വളരെ റിച്ചായിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് എക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ഈ മാറിയ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ വലിയ തോതിൽ ഒരു കടന്നാക്രമണം നേരിടുന്ന, അല്ലെങ്കിൽ വലിയ മൂലധന ശക്തികളുടെ കടന്നാക്രമണം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ആൻഡമാൻ ദ്വീപുകളെന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ 500-ലേറെ ദ്വീപുകളുടെ ഒരു സമുച്ചയമാണ് നമ്മളീ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്നുള്ള. അതിൽ വളരെ കുറച്ച് ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. അതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ വേറെ എന്നുള്ളത് ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ വലിയ തോതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ഒരു കേന്ദ്രം, അവിടുത്തെ ആ പ്രദേശത്തുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ. അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ, ഇപ്പോൾ ശ്രീലങ്കയിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെ സംബന്ധിച്ചിട്ടുള്ള ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണങ്ങൾ, പിന്നെ ഇതിനൊക്കെ ഒപ്പം തന്നെ ഒരുപാട് അനക്ടോട്ട്സ്. ഈ ഫീൽഡിൽ പോയിട്ട് അദ്ദേഹം ഈ സാധാരണ ആദിവാസികൾ മുതൽ സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ, ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർ, അവരാർജിച്ചിട്ടുള്ള പരമ്പരാഗതമായിട്ട് അവരാർജിച്ചിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചുള്ള, അവരുടെ നാടിനെക്കുറിച്ചുള്ള അറിവുണ്ട്. ഈ അവരുടെ ഈ അറിവിനോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് ഇന്നത്തെ 2-3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ആ പ്രദേശത്തെക്കുറിച്ചുള്ള കഥകൾ, ആ പ്രദേശത്തിൻ്റെ അത് വലിയ തോതിൽ അതിൻ്റെ ഒരു ഇക്കോളജിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവണം. അപ്പോൾ ഈ അറിവ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഒരു വളരെ, അതായത് നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നോ ഗ്രന്ഥശാലകളിൽ നിന്നോ സർവകലാശാലകളിൽ നിന്നോ ഉള്ള അറിവല്ലാതെ ഏറ്റവും താഴേക്കടയിലുള്ള മനുഷ്യ സമൂഹത്തിനകത്തുനിന്ന് അവർ പരമ്പരാഗതമായി അവർ കൈമാറി വന്ന ഈ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവുകളും വളരെ സുപ്രധാനമാണെന്നാണ് അമിതാവ് ഘോഷ് ഇതിനകത്ത് പല ലേഖനങ്ങളിലും പറയുന്നത്. മൈഗ്രേഷനെക്കുറിച്ച് വളരെ, അതായത് കഴിഞ്ഞ ഒരു 50 വർഷത്തിനിടയിൽ
ഈ കുടിയേറ്റത്തിനുണ്ടായ മാറ്റങ്ങൾ, ലോകമെമ്പാടുമുള്ള കുടിയേറ്റ രീതികൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ, ഓരോ പ്രദേശത്തുണ്ടായ വ്യത്യാസങ്ങൾ. അപ്പോൾ കുടിയേറ്റത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്ന്, സാധാരണ നിലയിൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സിറിയയിൽ നിന്നോ അല്ലെങ്കിൽ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ആളുകൾ യൂറോപ്പിലേക്ക് കുടിയേറുമ്പോൾ അതിന് കാരണമായിട്ട് നമുക്കറിയാവുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആഭ്യന്തര യുദ്ധങ്ങൾ മൂലമുണ്ടാകുന്ന ഭരണത്തകർച്ച, ഈ ഭരണത്തകർച്ച മൂലമുണ്ടാകുന്ന തൊഴിലില്ലായ്മയും പട്ടിണിയും, അതോടൊപ്പം തന്നെ അവിടെ നേരിടുന്ന ചില എക്കോളജിക്കലായിട്ടുള്ള ചില ഡിസാസ്റ്റേഴ്സും, ഇതെല്ലാം കൂടി മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത വിധം ദുരിതം ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ആളുകൾ കുടിയേറുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഇപ്പോഴത്തെ കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിലുള്ള യൂറോപ്പിലേക്കുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ അമിതാവ് ഘോഷിൻ്റെ ലേഖനം ഇതിനകത്ത് അമിതാഷ് കണ്ടെത്തുന്ന ഒരു രസകരമായിട്ടുള്ള, അദ്ദേഹം ഈ ഫീൽഡിൽ ഇതേ സംബന്ധിച്ചുള്ള ഗവേഷണം നടത്തിയപ്പോൾ കുടിയേറ്റക്കാരായ ഒരുപാട് ആളുകളുമായിട്ട് അദ്ദേഹം നേരിട്ട് നടത്തിയ ആശയവിനിമയങ്ങളിലൂടെ അദ്ദേഹം ഒരു പുതിയൊരു ഫാക്ടർ കൂടി ഇതിനകത്ത് കണ്ടെത്തുന്നുണ്ട്. അതിലൊന്ന്, നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ആളുകൾ കൊണ്ടുവരുമ്പോൾ ആ ഒരു പ്രദേശത്തും ധാരാളമായ ആളുകൾ കുടിയേറ്റക്കാരായി മാറുന്നതിന് മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു പുതിയ പ്രദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നു. അവിടെ ചെന്ന് അയാൾക്കൊരു തൊഴിൽ കിട്ടി അയാൾക്കൊരു മെച്ചപ്പെട്ട അവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്താ, അയാളുടെ കുടുംബത്തിൽ നിന്നുള്ളവരെയോ അല്ലെങ്കിൽ അയൽവാസികളെയോ അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കളെയോ കൂടി അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതേ അവസരം അവർക്ക് കൂടെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. കുടിയേറ്റത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നാണ് അമിതാവ് ഘോഷ് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ എന്നുള്ള ഒരാൾ ഇപ്പോൾ നമുക്കിത് വളരെ പരിചിതമാണ്, മലയാളികൾക്ക് വളരെ പരിചിതമാണ്. കാരണം ഗൾഫിലേക്ക് കുടിയേറ്റം തുടങ്ങിയ കാലത്ത് ആദ്യം പോയ ആളുകൾ അവിടെ പോയി അവർക്ക് നല്ല ജോലി കിട്ടുകയും അവരുടെ ലക്ഷ്യം നിറവേറുകയും അവർ സമ്പത്തുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള മറ്റാളുകൾ അങ്ങോട്ട് പോകാനൊരു വ്യഗ്രത കാണിക്കുകയാണ്, അല്ലെങ്കിൽ താല്പര്യം കാണിക്കുകയാണ്. അങ്ങനെ വന്നൊരു ഘട്ടം കഴിയുമ്പോൾ ഇത് അവിടുത്തെ ആ പോയ കുടിയേറ്റക്കാരായ വ്യക്തികൾ പകരുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന കുടിയേറ്റത്തെക്കുറിച്ചുള്ള അവരുടെ അനുഭവം ആണ് പിന്നീട് മറ്റുള്ളവർക്കൂടെ അവിടേക്ക് കുടിയേറാനൊരു പ്രേരണയായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഘടകം കൂടി, അതായത് ഒരു ഇമ്പ്രഷൻ എന്നുള്ളൊരു സംഗതി എന്നുള്ളത്, നാട്ടിൽ ഞാൻ ആ നാട്ടിലേക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ അതൊരു കുറച്ചിലാണെന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു കുടിയേറ്റം ഉണ്ടാക്കുന്ന ഒരു മനോഭാവം ഇതിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് കുടിയേറ്റക്കാർ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തു നിന്നുള്ള കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ യൂറോപ്പിലെ കുടിയേറ്റത്തെ അദ്ദേഹം ആ രീതിയിൽ അതിനെ കാണുന്നുണ്ട്. ഇപ്പോൾ സിറിയയിൽ നിന്നൊക്കെ ആളുകൾ കുടിയേറുമ്പോൾ ആദ്യം പോകുന്ന ഒരു കൂട്ടർ അവിടെ പോയി അവിടെ രക്ഷപ്പെടുമ്പോൾ മറ്റ് പിന്നാലെ വരുന്നവർക്ക് അത് വലിയൊരു പ്രചോദനമാവുകയും അവർ അങ്ങോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അദ്ദേഹത്തിനകത്ത് അത്തരത്തിലുള്ള നമുക്ക് ശരിക്കും വളരെ കൗതുകം തോന്നുന്ന ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വിവരണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ രീതിയിൽ വളരെ ഇമ്മൻസ് ആയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ജ്ഞാനശേഖരമാണ് അമിതാവ് ഘോഷിൻ്റെ ഈ വൈൽഡ് ഫിക്ഷൻസ് എന്നുള്ള പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകം പൊതുവായ വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒരു ജ്ഞാന സമ്പാദനത്തിന് വലിയ തോതിൽ ആഗ്രഹമുള്ള എല്ലാവരും വായിക്കണം. വളരെ മനോഹരമായൊരു ഭാഷയിലുമാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ വൈൽഡ് ഫിക്ഷൻസ് എന്നുള്ള പുസ്തകം കൂടി ഞാൻ ശുപാർശ ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.